അപ്പം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ കെ ഗെയിം ഓവർ എക്സ്. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പം ഞാൻ കുറച്ചും അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഏകദേശം 7:30 ആകാണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇട്ടത്. കാരണം ഇന്ന് കുറച്ച് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാനൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ ജസ്റ്റ് കട്ട് ചെയ്യുക, സാധനം ഇതാക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ വൈകുന്നേരം ആയത് ചെയ്തു. നമുക്ക് ഇപ്പൊ ഇന്നത്തെയും ഇന്നലെ പറഞ്ഞ പോലെ ദിവസം വളരെ കുറവാണ്. നമുക്കതുകൊണ്ട് പെട്ടെന്ന് ഈ ക്വസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് പോകാം. ഇപ്പം നമ്മൾ ആദ്യം ബാഗ് ഒന്ന് ഇതാക്കണം. ഹെൽത്തിന്റെ പോർഷൻ നമുക്കൊന്ന് സ്റ്റോറേജ് ആക്കാം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഞാനൊന്ന് സ്റ്റോറേജ് ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഹലോ ഗൈസ്, ഞാൻ ഇത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. എൻ്റെ ഇൻവെന്ററി ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത പണി നോക്കാം. അടുത്ത പണി എന്തുവെന്ന് വെച്ചാല് നോക്കാം. നമുക്ക് ഇന്നത്തെ നമ്മുടെ നെതർ റൈസ് ആണ് മെയിനായിട്ട്, കൂടുതലും ഡീപ് ലോ. ഫൈൻഡ് എ കോർഡിനേറ്റ് ഇൻഗെറ്റ് ഫൗണ്ട് ഇൻ ദി നെതർ. അതെവിടെയോ എൻ്റെ കയ്യിൽ നിൽപ്പുണ്ട്, നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നെതറിൽ ഞാൻ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം പോയിട്ടില്ല, ഒരു നമ്മുടെ സ്റ്റാറും പറഞ്ഞത് ഇതാക്കാൻ വേണ്ടി. ആ സമയത്ത് കിട്ടിയത്. അടുത്ത ക്വസ്റ്റിലെ നോക്കാം. പ്ലേസ് കോട്ടം അതും എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഞാൻ ആ സാധനം എടുത്ത് കയ്യിൽ വെച്ചത്. അതും കഴിഞ്ഞു. അതിന്റെ പരിപാടിയും കഴിഞ്ഞ്. ഇതിനടുത്ത് എന്താ ഉള്ള നെതറില് മോണി ക്രാബ്. Hunt down 4 basal core, but they can be found in basal deltas. ഓക്കെ, നമുക്ക് കുറച്ച് പണിയാണ്, എന്നാലും പ്രശ്നമില്ല. നമുക്ക് പോവാം. വേറെ എവിടെയെങ്കിലും സേവ് ആക്കി വെച്ചിട്ടുണ്ടോ? ഷീൽഡ് ബഫ്, വാപ്ഡ് ഫോറസ്റ്റ്, ക്രാബ്. ക്രാബ് എനിക്ക് ഓർമ്മയുണ്ട്. ഇനി നമുക്ക് ക്രാബിന് നിന്ന് അറ്റാക്ക് ചെയ്യാം. ഓപ്ഷനില്ലല്ലോ, അത് പണിയാവുമല്ലോ. Oh shit, 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 shit. Burn a fire potion. ഈ ചെറിയ കുഞ്ഞു പിശാചുങ്ങളെ കൊണ്ട് ജീവിക്കാൻ വയ്യല്ലോ. ഇതാണ് തലവേദന. മറ്റേ ക്രാപ്പ് അത്രയ്ക്കും തലവേദനയല്ല. ഈ ചെറുത്തുങ്ങൾ കേട്ടെന്നട്ടിക്കും.
നമുക്ക് പെട്ടെന്ന് ക്രാബിനെല്ലാം കൊന്നിട്ട് നമുക്കത് ഇതാക്കിട്ട് പോവാം. ക്രാബിനെ നോക്കി നടക്കുമ്പോൾ നമ്മൾ കാണൂലേ, അല്ലാണ്ട് നമ്മള് വേറെ വല്ല പണിക്ക് വരുമ്പോ കിട്ടും ഇഷ്ടം മാതിരി ക്രാബിന്. ഇപ്പൊ ഞാൻ ക്രാബിനെ നോക്കി വന്നോണ്ടോ ക്രാബൊന്നും കാണാത്ത. അത് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഒരു സേഫ് ആയ സ്ഥലത്ത് പോയി നിൽക്കാം. ഇതിൻ്റെ അകത്തേക്ക് വയ്ക്കാം. ബാഗ് പോട്ടെ, ഇത് വേണം. നമുക്കപ്പം അടുത്ത എന്താന്ന് വെച്ചാല് ക്രാബിന്റെ കയ്യില്. അപ്പൊ അടുത്ത എന്താ, ഷീൽഡ് സ്കാറോ ക്ലാസ്റ്റ്. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. നമുക്കൊരു സോഡ് എടുക്കണം, ബ്ലേഡ് ഓഫ് നെറ്റർ. ഇതും വെച്ചിട്ട് വേണം നമുക്ക് അതിനെ കൊല്ലാൻ. പിന്നെ ഗോൾഡൻ ആപ്പിളും വേണം. വേറെന്താ വേണ്ട, ഗോൾഡൻ ആപ്പിളും മതി. നമുക്ക് ആദ്യം പോയിട്ട് മറ്റേ ഇതുണ്ടല്ലോ പോഷൻ, തീന്റെ പോഷൻ, അതൊന്ന് കുടിക്കണം. കുടിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അതൊന്ന് എടുത്ത് കുടിച്ചിട്ട് അതൊന്ന് കയ്യിലും വെക്കാം. എന്നിട്ട് നമുക്ക് അതിനെ അടിക്കാൻ പോവാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്യാം. അത് കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ കുറച്ചൊന്ന് സേഫ് ആയിരിക്കും. അതിനെ അങ്ങനെ തട്ടായിട്ട് ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിന് പേടിയ നമ്മളെ, ഇനി അതിനെ നമുക്ക് പേടിക്കണ്ട. കാരണം മെയിനായിട്ട് അതിന്റെ ഞാനൊന്ന് അടി കൊടുക്കുന്ന മിണ്ടുന്നില്ല. അതിന് വരെ തീന്റെ എക്സ്പെക്ട് എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കരം ഫൈറ്റിംഗ് ആണല്ലോ നടക്കുന്നത്. നമുക്ക് നമ്മുടെ സോഡ് വെച്ചിട്ട് തന്നെ ഇതാക്കാം. നോക്ക് ബാക്ക് ഉണ്ടല്ലോ. യെസ്, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓ, ഈ ആർമർ ഉണ്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ജീവനോടെ. അല്ലെങ്കിൽ ഞാൻ ഏത് കാലത്തെ ചത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലുണ്ട് സാധനം. ഒരു ബ്ലേഡും കൂടെ കിട്ടി. നമുക്കിത് ബാഗിലെടുത്ത് വെക്കാം. ബാഗോടെ ഇത് തൽക്കാലിരിക്കട്ടെ. നമുക്ക് ഈ സോഡ് കയ്യിലിരിക്കാം. ക്രാപ്പൊക്കെ വേണമെങ്കിൽ എടുത്ത് കളയുന്നത്.
ഇനി നമുക്ക് അടുത്ത എന്താ ക്വസ്റ്റ്യൻ? നമ്മളങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. കൂടുതലും മറ്റേ ബോസിനെ കൊല്ലാണ്. യെസ്. പക്ഷെ ഇവനെ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പം ഇവനെ നമ്മളൊന്ന് ഞാൻ എന്റെ ഫോട്ടോസിലൊന്ന് നോക്കി നോക്കട്ടെ ഇവനുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നമുക്ക് തേടി കണ്ടുപിടിക്കണം. യെസ്, നമ്മുടെ കയ്യിലുണ്ട് ഒരു ഫോട്ടോ. ഞാൻ ഇത് ഇതിൽ പോകുമ്പോൾ മറ്റേ വേൾഡിൽ കളിക്കുന്നതിൻ്റെ ഇത് അതിൽ ഞാനിങ്ങനെ കുത്തിയിരുന്ന ഓരോ സ്ഥലം കണ്ടുപിടിക്കും. അപ്പം നമുക്ക് ഇതിവിടെ നിന്ന് നല്ല ദൂരമുണ്ടോ? നല്ല ദൂരമുണ്ട്. അപ്പം ടി പി ഉപയോഗിക്കുന്ന വലിയ ചീറ്റല്ല എന്ന് നാം വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും അത് ഇഷ്ടമല്ലെങ്കിൽ പറയാം. ഞാൻ തൽക്കാലം ടി പി ചെയ്യുവാണ്. കാരണം നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കണമല്ലോ. ഈ എപ്പിസോഡ് നല്ല ലാഗിങ് ആണ്, സമയമില്ല, അതാ മെയിനായിട്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ടി പി ചെയ്യാം. /TP 222. ഓ, എൻ്റെ നമ്പേഴ്സ് ഓഫായിരുന്നു. /292 ഗ്യാപ്പ് 1012. നമ്മൾ ഭൂമിക്കകത്താ വന്നത്. സംഭവം നാം പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എന്താണ്, നമ്മൾ ടി പി ചെയ്തോണ്ടാണ്. അപ്പൊ നമുക്ക് ഇവനെയും കൊല്ലാം. പക്ഷെ ഇവനെ കൊല്ലാൻ കുറച്ചും കൂടെ സിമ്പിളാണ് എനിക്ക് നോക്കിയിട്ട്. നമുക്ക് ഈ ഗോൾഡൻ ആപ്പിളിന് കഴിക്കാം, വെറുതെ ഇരിക്കുമല്ലോ. അവൻ്റെ HP ഉണ്ടോ? ഈ സോഡ് വെച്ചിരിക്കാം. വലിയ ഡാമേജ്. ഇവ വലിയ പവറൊന്നും ഇല്ല സത്യം. ചത്ത്, ഇവൻ ചത്ത്. അപ്പൊ അവനെ കൊന്നു. ഞാൻ വിചാരിച്ച പോലെ അവൻ അത്രയ്ക്ക് പവർഫുൾ അല്ല. ഞാൻ കൊന്നിട്ടുണ്ട്, പക്ഷെ അതിന് മുമ്പത്തേൽ നല്ല പവറായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തോ ബഗ്ഗാണ് സംഭവം. എന്താണെങ്കിലും നമുക്കിതായി. ഇത് നമ്മൾ സേഫായിട്ടൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ബൈ ചാൻസ് എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും താഴെ പോയി പിന്നെ എനിക്ക് അടുത്ത പോയിട്ട് കൊല്ലാൻ കഴിയല്ല. ഇതിനെ അങ്ങ് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴെ കുറച്ച് ലൂട്ടും കാര്യങ്ങളും ഉണ്ട്, അത് നമുക്ക് ലൂട്ട് ചെയ്യാം. ഇത് മറ്റേ ഗോട്ട്ലെറ്റ് ഇല്ലേ, അതിനെ പിടിപ്പിക്കാനുള്ള സ്റ്റോണാണ്. വാട്ടർ ഇതിൻ്റെ അകത്തുണ്ട്. സെയിം സ്റ്റോണ്. ബാരലൊന്നുമില്ല. ചെസ്റ്റില് ഇത് വേറെ ഫയർ നെതർ കിട്ടി. റെഡും യെല്ലോയും കിട്ടി. അപ്പം നമുക്കിനി ഗ്രീൻ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. വിതറിൻ്റെ തല പറഞ്ഞല്ലേ, അവൻ വിതർ സമുറായി എന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. എഫിഷ്യൻസി ആവശ്യമില്ല. പച്ച കിട്ടി. അപ്പം നമ്മുടെ ഗൗട്ട്ലെറ്റ് സെറ്റ് ആക്കാനുള്ള സാധനം എല്ലാം കിട്ടി നമുക്ക്. ആൻഷ്യൻ്റ് ടൈമിൽ നമുക്ക് ഇനി എന്തായാലും ആവശ്യമില്ല, ആദ്യമായിരുന്നു നമുക്ക് ആവശ്യം. ആ സമയത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല.
ഇതെല്ലാം നമുക്ക് എടുത്ത് വെച്ചേക്കാം. നമ്മുടെ കയ്യിൽ 2 ഉണ്ടല്ലോ, അതിൽ ഒന്ന് പൊട്ടിക്കാൻ അടുത്ത് ഇതാക്കാമല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇല്ല, ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടില്ല. ഔട്ട്ലെറ്റും കൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പം സമയം എത്രയാണ് നോക്കാം. എനിക്ക് എന്ത് കുറച്ച് നേരത്തെ വീട്ടിൽ 7:44 സമയമുണ്ട്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കംപ്ലീറ്റ് ആയി. നെതർ റൈസ് കഴിഞ്ഞ് ഇനി അടുത്ത മാസ്റ്റർ ലോട്ടിങ് അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും കുറേ. പോടാ, ഇവിടെ വിതർ ഹെഡിന്റെ തലമാന കൊണ്ടവനായി ഇരിക്കുന്നത് ഇവിടെ. അപ്പനെ നിന്നെ പോലത്തെ ഊച്ചാളികൾ വന്നിട്ട് അടിക്കാൻ പോകുന്നത് തന്നെ. പോടാ പോടാ, എനിക്ക് HP ഇല്ലല്ലോ പറഞ്ഞ പോലെ. അതൊരു ടാസ്ക് ആണല്ലോ. അപ്പൊ ഞാൻ ഇരുന്ന് ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും HP. അപ്പൊ ഞാനിപ്പോ എങ്ങനെയാ പോവാ? അപ്പം നമുക്ക് കുറച്ച് മോബിന് ഇവിടുത്തെ കൊല്ലണം HP കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഏകദേശം 6 ലെവലല്ലേ പോവുക. ഇത് ലെവലിൻ്റെ ആണ് പ്രശ്നം. കാരണം ഒന്ന് ഇത് മെൻഡിങ്ങും കൂടെ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഇത്ര സമയം അടിക്കുന്നത്. ഞാൻ പിന്നെ ഇതാക്കിയപ്പോൾ ആക്കി ഒരുമിച്ച്. പിന്നെ എന്തോ പറയാൻ വന്നിട്ടല്ലോ, നമുക്കെന്തോ സാധനം ഉണ്ടാക്കുന്നത്. ഔട്ട്ലെറ്റ് യെസ്, ഇത് നമ്മുടെ ആവശ്യമുള്ള പിന്നെ ബാഗ് ഡ്രൈവ്. എങ്ങനെയായിരുന്നു ക്രാഫ്റ്റിംഗ് റെസിപ്പി കിട്ടുമല്ല? ഇതാ വിട്ടോ ഈ റെസിപ്പി. അയ്യേ, ഇത് ഇതിന്റെ മുകളിലായിരുന്നു. അപ്പം ധാനോസിന്റെ സ്നാപ്ഷോട്ട് നമ്മുടെ കയ്യിൽ. അത് നിങ്ങളിപ്പോൾ കണ്ടോ എന്താ സംഭവിച്ചെന്ന്? ഞാൻ അവനിട്ട് കൊടുത്തു. അവൻ ചത്ത്, അത്ര HP ഉള്ള അവൻ ചത്ത്. അടുത്ത പവർ വിതർ ഹെഡ്. വിതർ ഹെഡ് എല്ലാം നശിപ്പിക്കും. ബ്ലോക്ക് പൊട്ടിക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ അത് മതി. ഇതിൽ പിന്നെ ചെറിയൊരു കൂൾ ഡൗൺ ടൈമുണ്ട്. ഒരൊറ്റ കോൾ ബാക്ക് ഉള്ളത്. അല്ലാണ്ട് ഇത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് അടുത്ത പവർ ഉപയോഗിച്ച് നോക്കാമല്ലോ, റീജനറേഷൻ. ഇത് നമ്മുടെ ഹാർട്ട് തീരത്തില്ല, എത്ര അടികൊണ്ടാണ്.
എത്ര സെക്കൻഡ് റീജനറേഷൻ എന്ന് വെച്ചാൽ 20 സെക്കൻഡ്. അത് റീജനറേഷൻ 3. ചത്ത് അവൻ ചത്ത്, അത്രേ ഉള്ളൂ. പിന്നെ റീജനറേഷൻ ചെയ്യുന്ന സമയത്ത് അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ കാണിച്ചു ചിലപ്പോ ചത്തോ. പിന്നെ ഇതുകൊണ്ട് അല്ലാണ്ട് അടിച്ച വലിയ ഡാമേജ് ഇല്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഗീതറയ്ക്ക് കൊണ്ട് തന്നെ ചേർത്ത്. ഞാനിതും കൊണ്ട് ഇങ്ങനെ കളിച്ചിരിക്കും ഇന്ന് ഫുള്ള്. എനിക്ക് ഇതും കൊണ്ട് കളിച്ചിരിക്കാൻ നല്ല ഇഷ്ടമാണ്. ഏയ് നമുക്കൊന്നും പറ്റൂലടേ, വെറുതെ ശ്രമിക്കണ്ട. അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കിനി നാളെ കാണാം. അപ്പം ടാറ്റ ബൈ ബൈ. ഇനി അടുത്ത നമ്മുടെ ഫുള്ള് ഇതായിട്ട് കാണാം നമുക്ക്. എൻ്റെ അതിനെ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യും ഫുള്ളൊന്ന് HP കൂട്ടാൻ. എന്നിട്ട് ബാക്കി നമുക്ക് മോബിൻ്റെ ഇതെല്ലാം നമുക്കിനി ബാക്കി ചെയ്യാൻ പറ്റും. അപ്പം ടാറ്റ ബൈ ബൈ.